കൊച്ചി ഹിജാബ് വിഷയം, പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നും. വളരെ ആശങ്കാജനകമായ ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റും, പ്രത്യേകിച്ചും ഈ ഒരു 10 വർഷ കാലയളവിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീഡിയോയിൽ ആരെയും ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോ അങ്ങനെയൊന്നുമല്ല, മറിച്ച് നമുക്കിങ്ങനെ തോന്നുമല്ലോ ചില കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളായിട്ട് അതിനെ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ തോന്നും, ചില പാഠങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങളുണ്ടാവും. ആ തരത്തിൽ ഈ വിഷയത്തെ ഒന്ന് സമീപിക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇതിൻ്റെ പല തലങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, എൻ്റെ അഭിപ്രായം പറയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന, എൻ്റെയൊക്കെ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് മതവും ജാതിയും ഇതൊന്നും പ്രശ്നമില്ലാതെ, ഒരു മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ കൂട്ടുകൂടിയും കളിചിരി പറഞ്ഞു ബെഞ്ചിൽ സൗഹൃദം പങ്കിട്ടും അടുത്തടുത്തിരുന്നു ജീവിച്ചവരാണ് നമ്മളൊക്കെ. അവർ അവരുടേതായ ആചാരങ്ങൾ പിന്തുടരുന്നു, നമ്മൾ നമ്മുടെ ആചാരങ്ങൾ പിന്തുടരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഫ്രണ്ട്ഷിപ്പിൽ മതം ഒരു വിഷയമേ ആയിട്ടില്ല. ടീച്ചേഴ്സിൻ്റെ നിലപാടിലോ പെരുമാറ്റത്തിലോ മതം ഒരു വിഷയമായിട്ടില്ല. ക്ലാസ്സിൽ ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് കറുത്ത മുണ്ടെടുത്ത് വരുന്നവരുണ്ടാവും, സ്വാമിമാരായിട്ട്. മാലയിട്ടവരുണ്ടാകാം, കുറി തൊട്ടവരുണ്ട്, തൊപ്പിയിട്ടവരുണ്ട്, കുരിശുമാല ധരിച്ചവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ ഞങ്ങൾക്ക് പഠിക്കുമ്പോണ്ട്. എല്ലാവരും അടുത്തടുത്തിരുന്ന് സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകളാണ്. ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വെറുതെ വരുന്നില്ല. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. പഠനകാലയളവിൽ എനിക്ക് ഓർമ്മയുണ്ട്, ക്ലാസ്സിലുള്ള ഏതെങ്കിലും കുട്ടികൾ ശബരിമലക്ക് പോയി വന്നാൽ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും മലക്ക് പോയി വന്നാൽ, അരവണ പായസം കൊണ്ട് വന്നാൽ, അതിൽ മതവും ജാതി ഇല്ലാതെ അതിനുവേണ്ടി അടികൂടുന്ന, അത് കിട്ടാൻ വേണ്ടിയിട്ട് തർക്കിക്കുന്ന, അതിനുവേണ്ടി മത്സര ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന, സംസാരിക്കുന്ന കുട്ടികൾ എനിക്കറിയാം. അതിലൊന്നും ഒരു മതം ഒരു ജാതി നമ്മളാരും കണ്ടിട്ടില്ല. അതൊക്കെ ഒരു സന്തോഷകരമായ ഓർമ്മയാണ്. അതുകൊണ്ട് കിട്ടിയ നേട്ടം എന്താ? അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് കിട്ടിയ നേട്ടം എന്താ? കിട്ടാനിരിക്കുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തിയും ജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ സാമൂഹിക ജീവിതത്തിൽ ആ മതത്തിൽപ്പെട്ട ആളുകളോട് മാത്രമേ ഇടപഴകുള്ളൂ, സംസാരിക്കുകയുള്ളൂ, മറ്റ് സാമ്പത്തിക വ്യവഹാരങ്ങൾ നടത്തുകയുള്ളൂ, അങ്ങനെയൊന്നും ഉറപ്പില്ല. എല്ലാ തരത്തിലുള്ള ജനങ്ങളുമായിട്ടും സംവിധാനങ്ങളുമായിട്ടും ഏർപ്പെടേണ്ടവരാണ് മനുഷ്യർ. ആ സമയത്ത് എല്ലാവരോടും വളരെ സൗഹൃദത്തിലും മാനുഷികമായും അതുപോലെ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടണമെങ്കിൽ അവരുമായിട്ട് ഇടപെട്ടിട്ടുള്ള പരിചയങ്ങൾ വേണം. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അടുത്ത് തൊപ്പിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിജാബ് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ, തട്ടമിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറി തൊട്ടിരിക്കുന്നുണ്ടെങ്കിൽ, കുരിശുമാല ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾ അപ്പുറം ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർ പരസ്പരം മനസ്സിലാക്കും. ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന മതത്തിലുള്ള ആളുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളെ കൊണ്ട് നടക്കുന്ന, ആചാരങ്ങളെ കൊണ്ട് നടക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ജനങ്ങളുണ്ട് എന്ന് ഓരോ കുട്ടിയും മനസ്സിലാക്കും. അതാണ് പരസ്പരം മനസ്സിലാക്കൽ. നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്നത്. അതൊരു യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി കുറി തൊടരുത്, ഇനി കുരിശ് തൂക്കരുത്, തൊപ്പിയിടരുത്, ഹിജാബ് ഇടരുത് എന്ന് പറയുന്നത് അത് ഭരണഘടനയോടുള്ള വെല്ലുവിളി കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം, അത് സമൂഹത്തിൽ ഇടപഴകുന്ന സമയത്ത്, ജീവിക്കുന്ന സമയത്ത് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ഈ പഠന കാലയളവിലൂടെ ലഭിക്കുന്നത്. ഈ രൂപത്തിലുള്ള നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ വ്യക്തി സ്വാതന്ത്ര്യം